റെക്കോർഡുകൾ സൃഷ്ടിക്കുക UAEക്ക് ഒരിക്കലും വലിയൊരു പരിശ്രമമോ അധ്വാനമോ വേണ്ടുന്ന കാര്യമല്ല. എല്ലാ വർഷവും പലയിടത്ത് പല തരത്തിലുള്ള റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നു. 10,000-ലധികം വിദ്യാർത്ഥികൾ ചേർന്ന് പുതിയൊരു റെക്കോർഡ് സൃഷ്ടിച്ചു. കാണാം. 10,346 വിദ്യാർത്ഥികൾ, കൈകളിൽ ബ്രഷും പെയിന്റും, മുന്നിൽ വിരിച്ചിട്ട തുണിസഞ്ചി. അതിനെ അവർ ക്യാൻവാസാക്കി മാറ്റി. നിറങ്ങളിൽ നിറഞ്ഞത് UAE എന്ന മാനുഷിക ലോകത്തിന്റെ മായാത്ത മുദ്രകളും അണയാത്ത കരുതലും. ബുർജ് ഖലീഫയും ദുബായ് ഫ്രെയിമും ദേശീയ പതാകയും ഷെയ്ഖ് സായിദുമെല്ലാം കുഞ്ഞു മനസ്സുകളിൽ നിന്നും നിറങ്ങളായി ഒഴുകി. മരുഭൂമിയും പൂവും പൂമ്പാറ്റയുമായി പുതിയ ലോക റെക്കോർഡിലേക്ക് അവർ ആവേശത്തോടെ നിറങ്ങൾ നെയ്തു. ഷാർജ മുവൈല ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ അങ്കണമായിരുന്നു വേദി. സ്പേസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന്റെ മേൽനോട്ടത്തിലായിരുന്നു റെക്കോർഡ് പ്രകടനം. ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ, ഗൾഫ് ഏഷ്യൻ ഇംഗ്ലീഷ് സ്കൂൾ, സ്പേസ് ഇന്റർനാഷണൽ സ്കൂൾ, DPS അജ്മാൻ, സ്പേസ് ബ്രിട്ടീഷ് സ്കൂൾ ഷാർജ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഈ റെക്കോർഡ് പ്രകടനത്തിൽ പങ്കാളികളായി. This is one of the most well-organized attempts I've ever attended. It was very, very well done from start to finish. They were set, basically the attempt was set the figure at 3,000 participants, but they absolutely smashed it. 10,346. But we will verify that with the auditing company, but that's the initial count. Amazing job, and I have to say there's so many budding artists here as well. What the students were painting was fantastic. മാസങ്ങളുടെ അധ്വാനമുണ്ടായിരുന്നു ഈ ഗിന്നസ് റെക്കോർഡ് നേട്ടത്തിന്. ഓരോ സ്കൂളുകളിലും പരിശീലനം, ഓരോ ക്ലാസുകളിലും അധ്യാപകർക്ക് ചുമതല. പല സ്കൂളുകളിൽ പല സമയത്ത് പരിശീലിച്ചവർ ഒടുവിൽ ഈ അങ്കണത്തിൽ ഒത്തുചേർന്നു. ലോക റെക്കോർഡ് എന്ന സ്വപ്നവുമായി ഒരേ മനസ്സോടെ. ഞങ്ങൾ ട്രൈ ചെയ്യും. ഞങ്ങൾ ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് ആലോചിച്ച് തുടങ്ങും എന്ത് ചെയ്യും. ബിക്കോസ് വർക്കിംഗ് ടുഗെദർ ചിൽഡ്രൻ ഷുഡ് ലേൺ ഫോർ ദേ ആർ ഓൾ ഗ്ലോബൽ സിറ്റിസൺസ്. അവരത് പഠിച്ചാലേ ഒരുമിച്ച് ജീവിക്കാൻ ആ ഒരു കൾച്ചർ ഉണ്ടാവണം. ഒറ്റയ്ക്ക് ഇൻഡിവിജ്വൽ ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പഠിച്ചാലേ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. മണ്ണും വിണ്ണും വായുവും ജലാശയങ്ങളും പൊതുനിരത്തുകളും പ്ലാസ്റ്റിക് മാലിന്യത്താൽ നശിക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഇനി ഉണ്ടാകരുതെന്ന ബോധവൽക്കരണം. തുണിസഞ്ചിയിൽ ചിത്രമെഴുതാൻ കുട്ടികളെ പ്രേരിപ്പിച്ചത് അധ്യാപകരുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും ഈ വീക്ഷണമായിരുന്നു. 3,000 കുട്ടികളെങ്കിലും വേണ്ടിയിരുന്ന റെക്കോർഡ് പ്രകടനത്തിന് 10,346 കുട്ടികളെ അണിനിരത്താനായതും ഇതേ ആശയത്തിന്റെ കരുത്തുകൊണ്ടാണ്. ഈ അവാർഡ് ഒരു പ്രത്യേക ചാലഞ്ചിങ്, unlike the previous awards, a lot of instructions, a lot of guidelines, ഇതെല്ലാം പാലിച്ചുകൊണ്ട് നമ്മളെ ഈ 10,000-ഓളം കുട്ടികൾ വളരെ ഭംഗിയായി പിന്നെ നല്ല പെയിന്റിങ്സ് ഉണ്ടാക്കിയിട്ട് സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ടാക്കാനുള്ള ഒരു ചലഞ്ചാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇന്ന് സക്സസ്ഫുള്ളായി നേടാൻ പറ്റി. So this is the 8th Guinness World Record achieved under the banner of Pace Group, and that is what we have done today. ലോക റെക്കോർഡിൽ കയ്യൊപ്പ് ചാർത്താൻ കഴിഞ്ഞതിൽ ലോകം കീഴടക്കിയ സന്തോഷമുണ്ട് കുട്ടികൾക്ക്. ജീവിതത്തിൽ ഇങ്ങനെയൊരു മുഹൂർത്തം അത്യപൂർവം. I'm actually really proud because this is our school's 9th Guinness World Record, and I'm really proud to be a part of this. It makes me really happy that to know that I am actually a big part of this, and we made a big change because the theme of this was actually sustainability, and we are the future generation, and we're going to bring us forward our change. നല്ല രസമാണ് മറ്റേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് പെയിന്റ് ചെയ്യാൻ. It is such a fun experience. We got to get new ideas on drawing and all. It was fun experience. Like a painting. We have to do a painting. Great. Yeah. How you feel? Nice. വേൾഡ് റെക്കോർഡ് കിട്ടിയ സ്കൂള്. നല്ല സന്തോഷം. എന്താ വരച്ചേ? ഞാനൊരു ഫ്ലവർ ഗാർഡൻ എല്ലാം വരച്ചു. UAE ദേശീയത തന്നെയാണ് കൂടുതൽ പേരുടെയും ആശയങ്ങളിൽ ഉണ്ടായിരുന്നത്. പ്രകൃതിയും പൂക്കളും ശലഭങ്ങളുമെല്ലാം അവർ പല രൂപത്തിലും നിറങ്ങളിലും വരച്ചു. സ്പേസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന്റെ 8ാം ഗിന്നസ് റെക്കോർഡ് നേട്ടമാണ് ഇത്.
UAE ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് ഓരോ തവണയും റെക്കോർഡ് സൃഷ്ടിക്കാൻ ശ്രമിക്കുക. കൂട്ടായ പരിശ്രമത്തിലൂടെ അസാധ്യമായതിനെ അനായാസം സാധ്യമാക്കാമെന്ന സന്ദേശം കൂടി ഈ റെക്കോർഡ് പരിശ്രമങ്ങൾക്ക് പിന്നിലുണ്ട്. നാഷണൽ ഡേ UAE-ന്റെ കൾച്ചറായി ബന്ധപ്പെട്ടിട്ടും UAE-ന്റെ അച്ചീവ്മെന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടും UAE-ന്റെ വിഷനായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ആണ് നമ്മൾ സ്ഥിരമായി അച്ചീവ് ചെയ്യാൻ ശ്രമിക്കാറ്. പിന്നെ ഇതിന് മുമ്പുണ്ടായത് നമ്മൾ UAE സ്പേസിലേക്ക് പോയ പേസ് ടു സ്പേസ് എന്ന് പറയുന്ന 11,443 കുട്ടികളെ വെച്ചിട്ടുള്ള ഒരു റോക്കറ്റിന്റെ ഇമേജ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരുന്നു. പിന്നെ 16,000 കുട്ടികളോട് കൂടി നമ്മൾ മ്യൂറൽ UAE-ന്റെ ഫ്ലാഗ് പെയിന്റ് വെച്ചിട്ട് ഓരോ കുട്ടീൻ്റെ കൈ അടയാളം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ റെക്കോർഡുണ്ട്. പേസ് ഗ്രൂപ്പ് സീനിയർ ഡയറക്ടർ അസീഫ് അഹമ്മദ്, ഡയറക്ടർമാരായ ലത്തീഫ് ഇബ്രാഹിം, ഷാഫി ഇബ്രാഹിം, അബ്ദുള്ള ഇബ്രാഹിം, അമീൻ ഇബ്രാഹിം, സുബൈർ ഇബ്രാഹിം, ബിലാൽ ഇബ്രാഹിം, ആദിൽ ഇബ്രാഹിം, അസിസ്റ്റന്റ് ഡയറക്ടർ സഫ അസദ് തുടങ്ങിയവരെല്ലാം ഈ പരിശ്രമത്തിന് കൂട്ടായി കൂടെ നിന്നു. അധ്യാപകരുടെയും അനധ്യാപകരുടെയും പിന്തുണയാണ് റെക്കോർഡ് നേട്ടത്തിന്റെ മറ്റൊരു കരുത്ത്. Records like these are really, really important because not only are you going for a Guinness World Records title, you're using it as a way to educate students and their families and raise awareness and align with the UAE's vision to be more sustainable in getting rid of single-use plastics. So the students now all have their reusable tote bags to take home. So this is a really, really fantastic record and the message behind it is phenomenal. So congratulations to them. ലോക റെക്കോർഡിന്റെ തിളക്കം മാത്രമല്ല ഈ നേട്ടത്തിനുള്ളത്. ഇനി വരുന്നൊരു തലമുറയ്ക്കും ഇവിടെ വാസം സാധ്യമാക്കണമെന്ന മഹത്തായ സന്ദേശം കൂടിയുണ്ട്.